ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മളിന്ന് പോകുന്നത് ഒമാൻ അവന്യൂസ് മാളിലുള്ള ഐക്യയിലേക്കാണ്. ഐക്യയാണോ അതോ ഇനി വേറെ വല്ലതാണെന്ന് പ്രൊനൗൺസ് ചെയ്യാൻ എനിക്കറിയത്തില്ല. കാരണം പലരും പല രീതിയിലാണത് പറയുന്നത്. അപ്പോൾ എൻ്റെ ഐക്യ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ? യെസ്, ഇത് തന്നെ. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര അങ്ങോട്ടേക്കാണ്. എനിക്കൊരു കട്ടിലും കിടക്കയും മേടിക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇവിടുത്തെ എൻ്റെ കട്ടിലും കിടക്കി എനിക്ക് എൻ്റെ അച്ഛൻ മേടിച്ചിരുന്നത് കേട്ടോ. പക്ഷേ അതിപ്പോൾ ഭയങ്കര ചെറുതാണ്, അതിൽ കിടന്നാൽ ചിലപ്പോൾ താഴെയും വീഴും. അതുകൊണ്ട് ഒരെണ്ണം മേടിക്കാമെന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് ഞാൻ ഐക്യയിലേക്ക് വന്നത്. ഐക്യ വന്ന് കയറുമ്പോൾ തന്നെ ഞാൻ കട്ടിലിൻ്റെ അരിയങ്ങ് മറന്നുപോയി. എൻ്റെ പൊന്നി, എന്തോരം മിറേഴ്സാണ്, അടിപൊളി. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ നാട്ടിലെ വീട്ടിലേക്കാണെങ്കിലും ഇതുപോലത്തെ ഒരു മിറർ, ഫുൾ സൈസ് മിറർ മേടിക്കണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. ഇത് അടിപൊളി സാധനമാണ്. എന്തൊരു ഭംഗിയാണ് കാണാൻ. നമ്മുടെ ഫുൾ സൈസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെ ഈ പില്ലോസും എനിക്കെന്താ പറയുക, ഒരുമാതിരി ചക്കക്കൂട്ടാൻ കണ്ട വെകിളിപ്പിള്ളയുടെ ഒരു അവസ്ഥ എന്നതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ കേട്ടോ, എന്ത് നോക്കണം, അത് നോക്കണോ, ഇത് നോക്കണോ എന്നുള്ള ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ. സത്യം പറഞ്ഞാൽ നമുക്ക് ഇൻറ്റീരിയേഴ്സായിട്ട് ഒരു ബന്ധമില്ലെങ്കിൽ പോലും, നമുക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ പോലും, നമ്മളതിനകത്ത് ചെന്ന് കയറുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. അതായത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഒരു ബെഡ്റൂം സെറ്റായിട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു കിച്ചൺ സെറ്റായിട്ട് തന്നെ, അങ്ങനെ തന്നെ നമുക്കിതിൽ കാണാൻ പറ്റും കേട്ടോ. ഈ ബെഡ്റൂം കണ്ടോ, ഇതൊരു ബെഡ്റൂം സെറ്റാണ്. ആക്ച്വലി എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു കളർ തീമൊക്കെ എന്ത് കിടിലാന്നറിയോ. ഇതൊരു കിച്ചൺ സെറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ബെഡ്റൂം സെറ്റിലുണ്ടായിരുന്നു വാർഡ്രോബ്സ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. അത്ര അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഈ മിറർ കണ്ടപ്പോൾ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ തപ്പി എനിക്കിഷ്ടപ്പെടുന്നതിൽ ഇപ്പോൾ ബഡ്ജറ്റ് കൂടുതലായിരിക്കും, ബഡ്ജറ്റ് കുറഞ്ഞത് എനിക്കിഷ്ടപ്പെടില്ല. അങ്ങനെ ആകെ മൊത്തം ഒരു കൺഫ്യൂഷനായിരുന്നു. ഇത് കണ്ടോ, ഇത് കുട്ടികളുടെ റൂമാണ് കേട്ടോ, കിഡ്സ് ബെഡ്റൂം. എന്തൊരു ഭംഗിയാ, എന്തൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് അത് ചെയ്തിരിക്കുന്നത്. കിഡ്സിൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ടോയ്സ് ആയിരുന്നേ. ഞാൻ തപ്പി വന്ന സാധനം എനിക്ക് ഇവിടെ നിന്ന് എന്തായാലും കിട്ടിയില്ല. കിട്ടുകയല്ല, നമുക്ക് വേറെ ഓപ്ഷൻ കൂടെ നോക്കാം. ഹോം സെൻറ്ററിലും കൂടെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ തപ്പിൽ ഞാൻ അവസാനിപ്പിച്ചു. അപ്പം ഇത്രയ്ക്കുള്ളൂ. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.